വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 ബി.എഡ് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ഈ വരുന്ന 29-ാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ ചുരുങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇതിപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് 29-ാം തീയതിയാണ്. ടൈം പറഞ്ഞിട്ടില്ല, വൈകുന്നേരമായിരിക്കും വരിക. ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പെർമനന്റ് അഡ്മിഷൻ ആൻഡ് മാൻഡേറ്ററി ഫീ പേയ്മെന്റ് അലോട്ട്മെന്റ് ലഭിച്ച എല്ലാവരും അടക്കണം. മാൻഡേറ്ററി ഫീ പേയ്മെന്റ് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കില്ല. നിങ്ങൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകുന്ന മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ആയിട്ട് SC, ST, OEC വിദ്യാർത്ഥികൾ 155 രൂപ, മറ്റു വിദ്യാർത്ഥികൾ 610 രൂപയാണ് മാൻഡേറ്ററി ഫീ അടക്കേണ്ടത്. അത് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ അലോട്ട്മെന്റിന്റെ അടിയിൽ ഉണ്ടായിരിക്കും ഒരു ഗ്രീനില് മാൻഡേറ്ററി ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അലോട്ട്മെന്റ് ലഭിക്കാത്ത ആളുകൾ മാൻഡേറ്ററി ഫീ അടക്കം വേണ്ട. എന്നിട്ട് പെർമനന്റ് അഡ്മിഷൻ ഫോർ ദോസ് ഹു ഗോട്ട് ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടിയ ആളുകൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കില്ല. ഫോർ ദോസ് ഹു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ഫസ്റ്റ് അലോട്ട്മെന്റ് സാറ്റിസ്ഫൈഡ് ചെയ്തിട്ട് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത ആളുകളും എന്ത് ചെയ്യണം, പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. രണ്ടാളുകളാണ് ഇതിലിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറയും. ഒന്ന്, ഫസ്റ്റ് ഓപ്ഷനിലെ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. നമുക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ട് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത എന്ന് പറഞ്ഞാൽ നമുക്ക് അലോട്ട്മെന്റ് ലഭിച്ചു, 5ാമത്തെ ഓപ്ഷനാണ് കിട്ടി, ഞാൻ താല്പര്യമുണ്ട്, ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കോളേജിൽ പോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. അതിനുള്ള സമയം ജൂൺ 29 മുതൽ ജൂലൈ 1-ാം തീയതി വരെയാണ്. ജൂലൈ 1-ാം തീയതി ക്ലാസ് ആരംഭിക്കും. അത് കഴിഞ്ഞിട്ട് ജൂലൈ 7-ാം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് അലോട്ട്മെന്റ് ജൂലൈ 7-ാം തീയതി പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണുള്ളത്. അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കുക. SC, ST, OEC വിദ്യാർത്ഥികൾ 155 രൂപ, മറ്റുള്ള വിദ്യാർത്ഥികൾ 610 രൂപ. അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, മാൻഡേറ്ററി ഫീ അടക്കേണ്ട, സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, തൃപ്തികരമായിട്ട് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ പോയി പെർമനന്റ് അഡ്മിഷൻ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി തൃപ്തികരമല്ലാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇതുപോലെ പറഞ്ഞിട്ടില്ല. അത് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ആ സമയത്ത് നിങ്ങളുമായി നമുക്ക് സംവദിക്കാം. ഓക്കെ, താങ്ക് യു.